320 അർമേനിയയിലെ സെബാസ്റ്റ്യയിൽ വാസമുറപ്പിച്ചിരുന്ന പടയാളികളായിരുന്നു 40 വിശുദ്ധ രക്തസാക്ഷികൾ. അവരുടെ സേനാ വിഭാഗത്തോട് വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ മാമോദിസ വഴി തങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തെ കൈവിടാൻ അവർ വിസമ്മതിച്ചു. തങ്ങൾക്കുണ്ടായിരുന്ന പ്രലോഭനങ്ങൾക്ക് മറുപടിയായി അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും അവരെ വശപ്പെടുത്തുവാൻ കഴിയാതെ വന്നപ്പോൾ അവരെ കുറച്ചു ദിവസങ്ങളോളം തടവിൽ പാർപ്പിക്കുകയും പിന്നീട് ചങ്ങലകളാൽ ബന്ധിതരാക്കി കൊലക്കളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വളരെ കഠിനമായൊരു ശൈത്യകാലമായിരുന്നു അത്. ആ 40 വിശുദ്ധരെയും വിവസ്ത്രരാക്കി കളത്തിലെ തണുത്തുറഞ്ഞ കട്ടയായ വെള്ളത്തിന് മുകളിൽ തണുത്തു മരവിച്ച് മരിക്കുന്നത് വരെ കിടത്തി. ആ 40 രക്തസാക്ഷികളും തങ്ങളുടെ മരണത്തെക്കുറിച്ചോർത്ത് ഒട്ടും തന്നെ നിരാശരായിരുന്നില്ല. മറിച്ച് യേശുവിനു വേണ്ടിയാണല്ലോ തങ്ങൾ മരിക്കുന്നതെന്നോർത്തുകൊണ്ടുള്ള സന്തോഷത്തോടെ അവർ ഇപ്രകാരം പറഞ്ഞു: ആഴത്തിലേക്ക് ഇരച്ചിറങ്ങുന്ന ഈ തണുപ്പിനെ സഹിക്കുക ബുദ്ധിമുട്ടാണെന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല. എന്നാൽ ഈ മാർഗത്തിലൂടെ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കും. ഈ സഹനം വളരെ കുറച്ചു നേരത്തേക്ക് മാത്രമുള്ളതാണ്. എന്നാൽ സ്വീകരിക്കാനിരിക്കുന്ന മഹത്വം എന്നേക്കുമുള്ളതും. ഈ ക്രൂരമായ രാത്രി നമുക്ക് നിത്യമായ പരമാനന്ദം പ്രാപ്യമാക്കും. കർത്താവെ, ഞങ്ങൾ 40 പേരും യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് 40 പേർക്കും നിത്യകിരീടം നൽകണമേ. ആർക്കെങ്കിലും മനമാറ്റമുണ്ടായി യേശുവിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്കായി ചെറു ചൂടുവെള്ളം നിറച്ച തൊട്ടികളും അവിടെ ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ തണുപ്പ് സഹിക്കുവാൻ കഴിയാതെ തന്റെ വിശ്വാസം ഉപേക്ഷിച്ച് ചൂടുവെള്ളം നിറച്ച തൊട്ടിയിൽ മുങ്ങുവാനായി പോയി. എന്നാൽ താപനിലയിൽ പെട്ടെന്നുണ്ടായ വ്യതിയാനം മൂലം നശ്വരവും അനശ്വരവുമായ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മരണമടഞ്ഞു. ഇത് കണ്ട് അപ്പോഴും ജീവിച്ചിരുന്ന മറ്റു രക്തസാക്ഷികൾ എന്തായാലും തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ വളരെ തിളക്കമാർന്ന ഒരു പ്രകാശത്താൽ അവിടെ മഞ്ഞ് മുഴുവനും മൂടപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരിൽ ഒരാളുടെ കാഴ്ച ശക്തമായ ആ പ്രകാശത്തിൽ ഒന്നും കാണാനാകാത്ത വിധം മങ്ങിപ്പോയി. അയാൾ തന്റെ കൺപോളകൾ ബുദ്ധിമുട്ടി തുറന്നു നോക്കിയപ്പോൾ 40 മാലാഖമാർ കൈകളിൽ കിരീടങ്ങളും വഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായി അവർ ദർശിച്ചു. അവർ ആ കിരീടങ്ങൾ ആ 40 രക്തസാക്ഷികളുടെയും തലയിൽ അണിയിച്ചു. എന്നാൽ 40ാമത്തെ മാലാഖ ആരുടെ തലയിൽ കിരീടമണിയിക്കും എന്ന് സംശയത്താൽ നിന്നപ്പോൾ ഇതെല്ലാം കണ്ട ആ പടയാളി ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ കിരീടം എനിക്കുള്ളതാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു കളഞ്ഞു. തുടർന്ന് മരിച്ചുപോയ വിശ്വാസി കിടന്ന സ്ഥലത്ത് പോയി കിടന്നുകൊണ്ട് ആ കാവൽ ഭടൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്രകാരം 40 എന്ന ആ സംഖ്യ പൂർത്തിയായി. തങ്ങളുടെ അവയവങ്ങൾ തണുത്തു മരവിച്ചുകൊണ്ടിരുന്നപ്പോഴും അവർ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ചില്ല. ക്രമേണ അവർ ഓരോരുത്തരായി മരണത്തിന് കീഴടങ്ങി.